ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും നിലവിൽ പത്തനംതിട്ടയിലെ CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറായിരുന്നു ഇന്നലെ അറസ്റ്റിലായിരുന്നത്. പത്മകുമാറിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളിലെ ആരോപണങ്ങളുണ്ട്. കാരണം ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൈമാറാനുള്ള പദ്ധതി ഈ ബോർഡിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പത്മകുമാറാണെന്നാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ 2019 ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചരടുവലികളും പത്മകുമാർ നടത്തി എന്നാണ് ഇതുവരെ നിലവിൽ പുറത്തു വരുന്ന വിവരം. ഈ കേസിൽ പത്മകുമാർ നിലവിൽ അറസ്റ്റിലായ 6ാമത്തെ ആളാണ്. അടുത്ത ആരാണ് ഈ കേസിൽ അറസ്റ്റിലാവുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ, മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിലേക്കാണ് ആദ്യം. നിഷാദ്, ഇതിൽ പത്മകുമാർ പറയുന്നൊരു കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ, ഈ കട്ടിളപ്പാളികൾ സ്വർണം പൂശാനുള്ള അപേക്ഷ ആദ്യം സർക്കാരിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയെന്നാണ്. അതേസമയം മുൻ മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ദേവസ്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ഒരു വിധത്തിലുള്ള അപേക്ഷയും ലഭിച്ചിട്ടില്ല, ബോർഡിൻ്റെ ഇത്തരം തീരുമാനങ്ങളൊന്നും സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുമാണ്. ഇതിൽ തന്നെ ഒരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ? അല്ലേ, ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഉന്നതൻ ആരാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അന്വേഷണം പൂർണ്ണ തോതിൽ കഴിയാതെ നമുക്ക് അതിനകത്തൊരു അഭിപ്രായം പറയുക സാധ്യമല്ല. ആദ്യം വിചാരിച്ചിരുന്നത് ചില ഉദ്യോഗസ്ഥർ മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ഏർപ്പാടാണ്, അതിൽ പൊളിറ്റീഷ്യന്മാരൊന്നും ഉൾപ്പെടാൻ സാധ്യതയില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റോ പോലെയുള്ള ആൾക്കാർ വരില്ല എന്ന് വിചാരിച്ചിരുന്നല്ലോ. ആ കോൺഫിഡൻസ് പ്രകടവുമായിരുന്നു. അന്വേഷണം നടക്കുന്നതിൻ്റെ ആദ്യ ഘട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തവേ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ നിലവിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടൊന്നും ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വന്നാൽ പ്രശ്നമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ദേവസ്വം ബോർഡ് അതിലേക്ക് വരുന്നത് സീരിയസ് ആണെന്ന് മനസ്സിലാക്കിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ദേവസ്വം ബോർഡുമായി നിലവിലൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് അടുത്ത ഘട്ടത്തിൽ ദേവസ്വം ബോർഡിനെ 8ാം പ്രതിയാക്കുന്നു, ബോർഡിനെ ഒന്നാകെ. അതിനുശേഷം വാസു അറസ്റ്റിലാവുന്നു, അതിനുശേഷം പത്മകുമാർ അറസ്റ്റിലാവുന്നു. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ എപ്പിസോഡ് CPMൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ പോകാനൊരു കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അന്വേഷണം നടത്തുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘം സത്യത്തിൽ അക്കൗണ്ടബിൾ ആയിരിക്കുന്ന ആർക്കാണ് അവർ ആൻസറബിൾ ആയിരിക്കുന്നത് ചോദിച്ചാൽ അത് ഹൈക്കോടതിയോടാണ്. ഈ അന്വേഷണം വരുന്നതിൻ്റെ സന്ദർഭം നമ്മൾ എടുത്തു നോക്കണം. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ തന്നെ ഇപ്പോഴത്തെ പ്രശാന്തിന് തോന്നുകയാണ്, മുൻ പ്രസിഡന്റായിരുന്ന പ്രശാന്തിന് തോന്നുകയാണ് ചില കുഴപ്പങ്ങളുള്ളൂ, അന്വേഷിക്കണം. അങ്ങനെ വന്നതല്ല ഇത്. അവിടുത്തെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഭാരവ്യത്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവുകയും കോടതി പരിശോധിക്കുകയും കോടതി ഒരു അന്വേഷണം ആവശ്യപ്പെടുകയും കോടതി അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള SIT എങ്ങനെ വേണം, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെയാണ് ഈ അന്വേഷണം വന്നിട്ടുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരള ഹൈക്കോടതിയാണ് ഈ അന്വേഷണത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഏജൻസി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിൻ്റെ നിയമപരവും സാങ്കേതികവുമായ സകല വശങ്ങളും ഓരോ സിറ്റിങ്ങിലും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ സാധ്യമല്ല. ഏതെങ്കിലും ഉന്നതനെ കൺമുന്നിൽ പെട്ടാൽ അയാളെ രക്ഷിച്ച് കടന്നു പോവുക സാധ്യമല്ലാത്ത വിധം ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് CPMന് ഈ സംഗതി പൂർണ്ണമായും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. പത്മകുമാറിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിരുന്ന ഒരാൾ ഇതിൻ്റെ ആസൂത്രകനാണെന്ന് SIT കണ്ടെത്തുന്നു. ഈ സർക്കാരിൻ്റെ കീഴിൽ ഒരു പോലീസ് സംവിധാനം കണ്ടെത്തുമ്പോൾ അത് പാർട്ടിക്ക് തിരിച്ചടിയല്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയ തമാശ വേറെ ഉണ്ടോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ് ഇതിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന ആത്മവിശ്വാസം ആദ്യം പങ്കുവെച്ച പിണറായി വിജയൻ ദേവസ്വം ബോർഡ് വന്നാൽ കുഴപ്പമാണെന്ന് മനസ്സിലാക്കുന്നതാണ്. ദേവസ്വം ബോർഡ് അതിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പത്മകുമാറാണ് CPIMൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന ആളാണ്. അദ്ദേഹം ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. മൊത്തം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. അദ്ദേഹം കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത്, സമരകാലത്ത്, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച കാലത്ത് അദ്ദേഹം ആരുടെ കൂടെയാണ് നിന്നത് എന്ന് അന്നും ഇന്നും ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ള സംഗതിയാണ്, വെളിവാക്കപ്പെട്ട സംഗതിയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നു അന്ന് ഞങ്ങൾക്ക് അദ്ദേഹം പണം വരെ ഓഫർ ചെയ്തു ഈ സമരം സംഘടിപ്പിക്കാൻ. അദ്ദേഹം ഈ CPMൻ്റെ കോസിൻ്റെ കൂടെ ആയിരുന്നില്ല. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളുടെ കാര്യമാണ് ഈ പറയുന്നത്. അദ്ദേഹം അപ്പുറത്തായിരുന്നു എന്നും. അങ്ങനെ അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ പാർട്ടി? ഇന്നിപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പോകുന്നു, അദ്ദേഹത്തിൻ്റെ നടപടിയെടുക്കാൻ പോകുന്നു കേൾക്കുന്നു. അന്ന് പാർട്ടി ലൈനിനപ്പുറം പോയി സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരത്തിൻ്റെ ഇന്ധനമായി പ്രവർത്തിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടും നിരവധി സൈബർ കോംറേഡ്സ് അടക്കമുള്ള ആൾക്കാർ ഇദ്ദേഹം ഒറ്റുകാരനായിരിക്കും എന്ന് പറഞ്ഞിട്ടും പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ചു, ചേർത്ത് നിർത്തി. അപ്പോൾ അദ്ദേഹം ചില്ലറക്കാരനല്ല. പാർട്ടി പൊസിഷനപ്പുറം നിൽക്കുമ്പോഴും അദ്ദേഹത്തെ ചേർത്ത് നിർത്തണം എന്ന് വിചാരിക്കാൻ കഴിയുന്ന എന്തോ അദൃശ്യമായ കണക്ട് അദ്ദേഹമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് വീണ ജോർജിനെ ക്ഷണിതാവാക്കുന്നത് സംസ്ഥാന കമ്മിറ്റി. ഇപ്പോൾ ഇദ്ദേഹമില്ല, അദ്ദേഹത്തിന് ആകെ അതൃപ്തിയായി. 19 വർഷം ഞാൻ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ട് ഇതാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം BJP നമുക്ക് വലിയ കഥയുണ്ടായി. അദ്ദേഹം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ഡീൽ ചെയ്തു. അദ്ദേഹം അതിൽ തന്നെ നിൽക്കുകയും SDPIയിൽ ചേർന്നാലും BJP പോയില്ല എന്നൊക്കെ മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നിട്ടും ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആ പാർട്ടിയുമായി അത്രയും അഭേദ്യമായ ബന്ധമുണ്ട്.
അപ്പോൾ സംഘ് പരിവാറിൻ്റെ ഒരു സമരത്തിൻ്റെ കൂടെ നിന്ന ഒരാൾ, പാർട്ടിയെ പരസ്യമായി പാർട്ടി അച്ചടക്കത്തിന് അപ്പുറം പോയി വർത്തമാനം പറഞ്ഞ ഒരാൾ, എന്നിട്ടും സംരക്ഷിക്കപ്പെട്ടയാൾ, അദ്ദേഹം ചില്ലറക്കാരനല്ല എന്ന് കാണണം. അങ്ങനെ ഒരാൾ ഇത്തരമൊരു കേസിൽ ശബരിമലയിലെ അവിടുത്തെ വിശ്വാസപരമായ മൂല്യമുള്ള, ആൻറ്റിക് മൂല്യമുള്ള, ധനപരമായ മൂല്യമുള്ള സ്വത്തടിച്ച കേസാണ്. ചെറിയ പൈസയുടെ ഏർപ്പാടൊന്നുമല്ല. ഇപ്പോൾ പവൻ സ്വർണ്ണം എന്ന് പറയുമ്പോൾ അവിടുത്തെ പവൻ്റെ കണക്കല്ല കൂട്ടേണ്ടത്, അതിൻ്റെ ആൻറ്റിക് വാല്യൂ നോക്കണം, അതിൻ്റെ വിശ്വാസപരമായ മൂല്യം നോക്കണം. അപ്പോൾ കോടാനുകോടികളുടെ ഏർപ്പാട് നടത്തിയ ഒരാൾ, അദ്ദേഹത്തിന് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വാസുവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ പത്മകുമാറുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നതിൽ പരം വലിയ തമാശയുണ്ടോ? അത് ഞാൻ പറഞ്ഞതാണ്. സത്യത്തിൽ ഈ എപ്പിസോഡ് CPM നിന്ന് പോയി. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ദുഷ്വാക്ക് കേൾക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അവസാനത്തെ കറയും കഴുകിക്കളയാനാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അവസാനത്തെ അതിൻ്റെ എതിർ സാധ്യതകളെയും ഇല്ലാതാക്കാനാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇപ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്ന വിവാദം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരാളെ അസാധാരണമാവിധം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി, സാധാരണ പിണറായി വിജയൻ ഒരു ജില്ലയിൽ പരിപാടി പങ്കെടുക്കാൻ പോയാൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് കയറ്റുക, എവിടെയെങ്കിലും പോയാൽ. അതാണ് അതിൻ്റെ ഒരു രീതി. അതിൽ നിന്ന് വേറെ ആരെയും കയറ്റാറില്ല. അപ്പോൾ ഇവിടെ പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ BJPക്ക് കൊടുത്ത് ആ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിഷൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കാറിൽ കയറ്റി. എന്തിനാണ്? ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾക്കെതിരായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അതെല്ലാം വൈപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ CPM ഒരു നിലയ്ക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കെ ഇങ്ങനെയൊന്ന് വരികയാണ്. അവരുടെ കൺട്രോളിലായിരുന്നു എന്ന് കരുതുക. സർക്കാരിൻ്റെ കൺട്രോളിലായിരുന്നു അന്വേഷണമെങ്കിൽ ഒരിക്കലും ഇത് പത്മകുമാറിൽ വരില്ല, വാസുവിലും വരില്ല. അതിന് മുമ്പ് അവരത് അടയ്ക്കും. പക്ഷേ ഇത് കോടതി ചെല്ലുമ്പോൾ ഓരോ തവണയും കോടതി ഓരോ മൊഴിയും വിവരങ്ങളും അന്വേഷണവും വിവരവിശദാംശങ്ങളും എടുത്ത് വെച്ച് ചോദിക്കും, ഇത് അപ്പുറത്തേക്ക് പോകാമായിരുന്നല്ലോ, അപ്പുറത്ത് ആളുണ്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ടാണ് SIT ഒരു കോംപ്രമൈസും ഇല്ലാതെ അന്വേഷിക്കുന്നത്. അത് സർക്കാരിൻ്റെ ഒരു കണിശമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കണ്ടോ, ഏത് കുഴപ്പക്കാരനെയും പൂട്ടാൻ ഞങ്ങൾക്കൊരു മടിയില്ല, അത്രയും തുറന്ന അന്വേഷണമാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇവർ അവകാശപ്പെടും. അത് ഇവരുടെ ഒരു മിടുക്കല്ല, അത് ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് എന്നതുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അല്ലെ അത് മുന്നോട്ട് പോകും? ഒരിക്കലും പോവില്ല. കാരണം ശബരിമല ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല എന്ന് സർക്കാരിനറിയാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് CPMൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനി വരുന്നതിനെ നേരിടുക എന്നത് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അതിപ്പോൾ എങ്ങോട്ടൊക്കെ അന്വേഷണം പോകുന്ന നോക്കി തന്നെ അറിയണം. ഒരുപക്ഷെ അത് മുകളിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ ഇവിടെ അവസാനിച്ചേക്കാം. പക്ഷേ അന്വേഷണ സംഘം പറയുന്നത് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ ഇപ്പോൾ ഇദ്ദേഹമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ അവസാനിച്ചേക്കുമായിരിക്കും. പക്ഷേ അന്വേഷണം ഇവിടെ അവസാനിച്ചാലും ഇത് ഡാമേജ് എന്ന് പറയുന്ന സംഗതി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഹൈക്കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നെയും തുടർന്നേനെ പോറ്റിമാരുടെ കൊള്ള എന്ന ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങളെ സംരക്ഷിക്കാനും കൊണ്ടു നടക്കാനും. നിങ്ങളത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ആൾക്കാർ പദവിയിലിരുന്ന് സ്വത്തടിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിക്ക് ഇടയ്ക്ക് ഒരു സംശയം തോന്നി, ഹൈക്കോടതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോഴാണ് ഇത് പിടിക്കപ്പെട്ടത്. സോ ആ വിശ്വാസ പ്രശ്നമുണ്ടല്ലോ. വിശ്വാസം മീൻസ് ഞാൻ പറഞ്ഞ അയ്യപ്പനുള്ള വിശ്വാസമല്ല, ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നന്നായി കൊണ്ടു നടക്കുന്നുള്ള ഭക്തരുടെ വിശ്വാസത്തിന് ഉണ്ടായിട്ടുള്ള മുറിവുണ്ടല്ലോ, അത് പരിഹരിക്കാൻ ചില്ലറ എളുപ്പമായിരിക്കും തോന്നുന്നില്ല. ഒരു കാര്യമുണ്ട്, വളരെ തുറന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സർക്കാർ പല ഇടപാടുകൾ നടത്തുന്നു. ഇപ്പോൾ ഒന്ന് ചെയ്യേണ്ടതൊന്ന് NSSഉം SNDP ഒക്കെ ആണല്ലോ, അവരെല്ലാം സർക്കാർ ഡീൽ ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇതിൽ പോറ്റി ചെയ്തിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ നമ്മൾ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നാണ്. വെള്ളാപ്പള്ളി സർക്കാർ ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. NSSഉം പഴയതുപോലെ നാമജപ ഘോഷയാത്രയായിട്ടൊന്നും വരുന്നില്ല, അവർ ഡീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിലുള്ള പരിപാടിയായിട്ട് സഞ്ചരിച്ചിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ആളുകൾക്കിടയിൽ ഇതൊരു പ്രശ്നമാണ്. നമ്മളത് പുറത്ത് ഈ സംഘടനകളുടെ ശബ്ദമായി കേൾക്കുന്നില്ലെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു മുറിവുണ്ടല്ലോ, ആ മുറിവ് പാതി ഉണങ്ങിയിരിക്കുകയായിരുന്നു. അത് വീണ്ടും ആ വുഡ് വലുതായിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് അത് ഇമോഷണൽ പ്രശ്നമായി മാറുന്നുണ്ടെന്നാണ്. ഗവൺമെൻറ്റിന് പലതരത്തിലുള്ള സംഗതികൾ നോക്കുന്നുണ്ട്. അപ്പർ കാസ്റ്റ് ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിൽ മാത്രമേ അതൊരു വികാരമാകൂ, താഴെത്തട്ടിൽ പ്രശ്നമില്ലെന്നാണ്. താഴെത്തട്ടിലാണ്, പക്ഷേ CPMൻ്റെ കോർ ബാങ്കിലാണ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഡീൽ ചെയ്യാനാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ അവർ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് CPMൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ഒരു പക്ഷേ CPMന് ഒരു നെഗറ്റീവ് ഫാക്ടർ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിലേറ്റവും ഒരു മേജർ റോൾ കൈകാര്യം ചെയ്യാമെന്നായിട്ട് ശബരിമല മാറും എന്ന കാര്യത്തിൽ നിലവിൽ എനിക്ക് സംശയമൊന്നുമില്ല. അല്ലേ പിന്നെ അതിനപ്പുറമുള്ള വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPMനും ശബരിമലയ്ക്കും ഇടയിലുണ്ടെന്ന വിശ്വാസത്തിൻ്റെ അവർ അടച്ചു വെച്ച വെടമുണ്ടല്ലോ, അത് വീണ്ടും ഓപ്പൺ ചെയ്യപ്പെട്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ദിവസം 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ശബരിമല സമരകാലത്ത് തന്നെ പത്മകുമാർ ആരാണെന്ന് ഈ സൈബർ ഹാൻഡിലുകൾ തുറന്നു കാട്ടിയിരുന്നു. പക്ഷേ പാർട്ടി അത് മനസ്സിലാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഈ പത്മകുമാറിനെതിരെ ഒരു നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്താക്കലടക്കമുള്ള ഒരു കാര്യങ്ങളിലേക്കും കടന്നിരുന്നില്ല. ഇപ്പോഴാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയേക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. പാർട്ടി വൈകിയാലും തെറ്റ് തീർത്തു എന്നാണ് പറയാറുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPM വലിയ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഒരു വലിയ വിശ്വാസി സമൂഹം ഇപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അവർ, NSS അടക്കം. അവരെ ഉപയോഗിക്കാൻ അല്ലെ ഒരു പ്രക്ഷോഭത്തിൽ സജീവമാകാനോ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഗുണം ലഭിക്കാനുള്ള ഇടപെടലുകൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നുണ്ട്. സുരേഷ് ചോദിച്ചാൽ ആദ്യത്തെ കാര്യം, ഇദ്ദേഹത്തെ
പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുമോ എന്ന ചോദ്യം അറിയില്ല. പുറത്താക്കിയേക്കുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ രീതി അനുസരിച്ച് ഇപ്പോൾ അങ്ങനെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. കാരണം അദ്ദേഹം ഒരു കേസിൽ പ്രതിയായിട്ടേ ഉള്ളൂ. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അപ്പോൾ ആലോചിക്കാമെന്നാണ് സാധാരണ പാർട്ടി സെക്രട്ടറിമാർ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ പറയാറുള്ളത്. കുറ്റക്കാരന് കണ്ടെത്തിയതിന് ശേഷവും നടപടി എടുക്കാത്ത സന്ദർഭമുണ്ടോ? ഇപ്പോൾ കുഞ്ഞനന്തൻ്റെ കേസ് എടുക്കുക. കുഞ്ഞനന്തൻ്റെ കേസിൽ എന്താണ് പറഞ്ഞത്? അത് തെറ്റായ ജുഡീഷ്യറിയുടെ തെറ്റായ തീരുമാനമാണ്. പാർട്ടിക്ക് അങ്ങനെ ബോധ്യമില്ല. പിന്നെ പാർട്ടിയുടേതായ ഒരു പാരലൽ ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. ആ പാരലൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ബോധ്യപ്പെടാതെ, നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ബോധ്യപ്പെട്ടാലും പാർട്ടിയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ബോധ്യപ്പെടാത്ത കാലത്തോളം പാർട്ടി നടപടി എടുക്കാറില്ല. പാർട്ടിക്ക് അന്വേഷണ സംവിധാനമുണ്ട്. നമ്മൾ കണ്ടില്ലേ, മറ്റേ ലഘുവായ പീഡനം ഒക്കെ വന്നത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. തീവ്രത കുറഞ്ഞ പീഡനം ആണ് പാലക്കാട് നടന്നത്. അപ്പോൾ പാർട്ടിയുടേതായ അന്വേഷണ സംവിധാനങ്ങളുണ്ട്, പാർട്ടിയുടേതായ ജുഡീഷ്യൽ സംവിധാനങ്ങളുണ്ട്. ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് സാധാരണ അവർ നടപടി എടുക്കാറുള്ളത്. ഇപ്പോൾ പത്മകുമാറിനെ ഒരു കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യുമ്പോഴേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുമ്പോൾ അത് ഡിസ്ക്രിമിനേറ്ററി ആണ്. കാരണം എല്ലാ സഖാക്കൾക്കും കിട്ടേണ്ട ഒരു റൈറ്റ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന ചോദ്യം വേണമെങ്കിൽ ഉയർത്താം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ സെൻസിറ്റീവ് നാച്ചർ വെച്ചിട്ട് ഒരുപക്ഷെ നടപടി എടുത്തേക്കാനും മതി. കാരണം കേരളത്തിൽ എന്നുള്ളതല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടുത്തെ വളരെ പ്രാധാന്യമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ള നടത്തിയതാണല്ലോ പച്ചയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിന് പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, ഇത് മര്യാദക്ക് നോക്കി നടത്താൻ ചുമതലപ്പെട്ട ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആൾ നേരെ വിപരീതമായ പണി ചെയ്തു, ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ SIT പുറത്തേക്ക് വിടുന്ന വിവരം. അപ്പോൾ അങ്ങനെ ഒരാളെ ഈ പാർട്ടി ഗോവിന്ദൻ മാഷുടെ സാങ്കേതികത്വങ്ങൾ വെച്ചിട്ട് പൊതിഞ്ഞു വെച്ച് സംരക്ഷിച്ചാൽ അത് പാർട്ടിക്ക് വലിയ നാണക്കേടാണെന്ന് മാത്രമല്ല, ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇത് വലിയൊരു വിഷയവും ഒരു വോട്ടിംഗ് പാറ്റേൺ തീരുമാനിക്കുന്ന ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് കളിയാണ് അവിടെ നടക്കുന്നത്. ലോക്കലായുള്ള ഇഷ്യൂസ്, സ്ഥാനാർത്ഥികൾ, അങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ട്. പക്ഷേ ഇത് അത്ര എളുപ്പം കെട്ടടങ്ങുന്ന കാര്യമല്ല. അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കരുതലോടെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് അപകടങ്ങളുണ്ടാക്കും. പിന്നെ സിഗേഴ്സ് വെച്ച് കോൺഗ്രസ്സിന് നന്നായിട്ട് ഇറങ്ങി കളിക്കാവുന്നൊരു സമയമാണിത്. എന്നുവെച്ചാൽ നിശ്ചയമായിട്ടും വളരെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് മാത്രമല്ല, UDF എല്ലാ പാർട്ടികളും ഈ ഇലക്ഷൻ ഇതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ നടക്കുകയാണ്, അത് ലോക്കൽ ബോഡി ഇലക്ഷൻ ഭയങ്കര സങ്കീർണമായ പ്രക്രിയയാണ്. പ്ലസ് SIR നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സമരം കൂടെ, വലിയ തോതിലുള്ളൊരു സമരം കൂടെ ഏറ്റെടുക്കാനുള്ള ശേഷി സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ടോക്കൺ സമരങ്ങൾ അവർ അവിടെ ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടത്തി, പിന്നെ പന്തളത്ത് നടത്തി, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം ഒരു മാസീവ് പ്രൊട്ടസ്റ്റിലേക്ക് ഈ ഘട്ടത്തിൽ കോൺഗ്രസോ UDF പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പറ്റിയൊരു അന്തരീക്ഷമല്ല. ഇപ്പോൾ നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഒരു മേഖലയിൽ അത് തീർത്തും ഫുൾ ഗിയറിലേക്ക് ആയിക്കഴിഞ്ഞു, ഇലക്ഷൻ ഗിയറിലേക്ക് ആയിക്കഴിഞ്ഞു. പക്ഷേ CPM സംബന്ധിച്ചിടത്തോളം ഇത് നിഷാദ് പറഞ്ഞ പോലെ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. കാരണം CPMനെ കേരളത്തിൽ ഏറ്റവും ഡാമേജ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരിമല ഈ സ്ത്രീ പ്രവേശം, യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്ത നിലപാട്, അതുണ്ടാക്കിയ ഡാമേജ് അവർ തിരിച്ചറിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുന്നു. എന്നിട്ട് നോക്കട്ടെ, പാർട്ടി സെക്രട്ടറി തന്നെ വീട് കയറി ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ മാപ്പാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച പുരോഗമനവാദികളൊന്നുമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. ആക്ച്വലി ഇതൊരു പുരോഗമന നിലപാടാണോ? ഈ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട പാർട്ടി എടുത്ത നിലപാട്, അല്ലെങ്കിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് ശരിയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് ഈ ഒരു ഇന്ത്യൻ സെക്യുലറിസത്തിന് ചേർന്ന ഒരു നിലപാടല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൽ ഇന്ദു മൽഹോത്രയുടെ ഡിസൻറ്റ് വേർഡിക്റ്റ് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്, ആശയപരമായി അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. പക്ഷേ കേരളത്തിൽ ഇവരെന്ത് ചെയ്തു? ഇവർ ഈ ഹൈപ്പർ പ്രോഗ്രസീവ് ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചില കളികൾ കളിച്ചു. അത് വൻ തലമണ്ടക്ക് അടികിട്ടി. അപ്പോൾ നേരെ റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്നു. വർഗീയ വിഷവാഹികളെയും സ്വന്തം സ്റ്റേറ്റുകാരിൽ കയറ്റി തോളിട്ട് കൊണ്ടു നടക്കുന്ന നിലയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. പുരോഗമനത്തിൻ്റെ ഒരു എക്സാക്ട് റിവേഴ്സ് ഗിയറാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ശബരിമല എന്ന് കിട്ടിയ ഈ അടിയുടെ ആ ഒരു പ്രഹരം ഇപ്പോഴും CPM-ലുണ്ട്. അതുകൊണ്ട് അവർ ശ്രദ്ധയോടെ കരുതലോടെയാണ് പോവുക. പക്ഷെ ഇതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇത്
നമ്മൾ കഴിഞ്ഞൊരു 10-15 വർഷത്തെ കേരള രാഷ്ട്രീയം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇവിടെ ആരാ ഒരു കക്ഷി വരുന്ന ഒരു പോറ്റി എന്ത് പോറ്റിയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി. നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റെടുത്ത ഉടനെ ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ചില അവതാരങ്ങൾ വന്ന് കയറും കേട്ടോ, ശ്രദ്ധിച്ചേക്കണം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞൊരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജാതി അവതാരങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഓർമ്മയുണ്ടോ? പിന്നെ ഒരു സ്ത്രീ എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു സോളാർ ഇതെന്ന് പറഞ്ഞിട്ട് സരിതാ നായർ ഒരവതാരം. പിന്നെ വരുന്നു പിണറായി വിജയൻ വന്നപ്പോൾ ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് വേറൊരു അവതാരം, സ്വപ്ന സുരേഷ് എന്നൊരു അവതാരം. പിന്നെ ജോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞൊരു അവതാരം. അയാൾ പിടിക്കാത്ത ആരുമില്ല. കോൺഗ്രസ് നേതാക്കന്മാർ പോലീസ് ചീഫിനെ വരെ പിടിച്ചിട്ടുണ്ട് അയാൾ. ഒരു സംസ്ഥാന പോലീസ് ചീഫിന് ഒരു ചങ്ങായി ഒരു ഉഡായിപ്പ് വന്നിട്ട് ഏത് ത്രേതായുഗത്തിലെ കമണ്ടലും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് സംസ്ഥാന പോലീസ് ചീഫിനൊക്കെ പറ്റിക്കാൻ പറ്റുക. എന്നിട്ട് അവന് സർവ്വ ചികിത്സ നടത്തുക, ആൻറ്റിക് വിൽപ്പന നടത്തുക, ഇവിടുത്തെ മഹാബുദ്ധിമാന്മാരെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ വലയിൽപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ വേറൊരു അവതാരം പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. സാക്ഷാൽ സന്നിധാനത്ത് ശാസ്താവിൻ്റെ അടുത്ത് പോയിട്ടാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവതാരങ്ങൾ നമ്മുടെ നോക്കൂ, ഭരണ സംവിധാനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും പോലീസ് സംവിധാനങ്ങളെയും വരെ വിഴുങ്ങാൻ ശേഷിയുള്ള അവതാരങ്ങൾ അവരാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിലെ അജണ്ട നിശ്ചയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അവർക്ക് വളരാൻ കഴിയുകയാണ്. ഇത് എന്താണ് അത്ഭുതകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ളൊരു സംഗതിയാണിത്. അതെ, CPM-ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിൽ പോലും പാർട്ടിക്കുള്ളിലെ ഒറ്റുകാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ അത്ഭുതപ്പെടുത്തുന്നത്.